ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ചില ഇലക്ട്രിസിറ്റിയുടെ ചില ടേംസ് ആണ്. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് എപ്പോഴും വളരെ ആവശ്യകതയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഈ ആനിമേഷന്റെ രൂപത്തിൽ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജുകളുടെ ഒരു ഒഴുക്കിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണെന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, പോസിറ്റീവിലാണ് എൻഡ് ചെയ്യുക. അങ്ങനെയാണ് ഇലക്ട്രോൺ ഫ്ലോ നടക്കുക. പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയണം. അപ്പൊ ഈ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷനെ നമ്മൾ കൺവെൻഷണൽ കറണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയേഴ്സ് ആണ്. അതിൽ സ്മോളർ യൂണിറ്റുകളാണ് നമ്മൾ മില്ലി ആംപിയറും മൈക്രോആംപിയറും ആയിട്ട് രേഖപ്പെടുത്താറ്. അടുത്ത ടൈം എന്ന് പറയുന്നത് നമ്മുടെ ബുക്കിലില്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടൈമാണ് കൂടുതൽ നമ്മൾ EMF എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കൊളംബ് ചാർജിനുമുള്ള എനർജി സപ്ലൈ ഫ്രം സോഴ്സ്. ഒരു കൊളംബ് അല്ലെങ്കിൽ ഒരു കൊളംബ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിൽ സംതിങ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും ഇലക്ട്രോൺസിന് ഉള്ള സോഴ്സിൽ നിന്നുള്ള എനർജി സപ്ലൈ, അതിനെയാണ് നമ്മൾ EMF എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അളക്കുന്നത് വോൾട്ടിലാണ് അളക്കുക. റെപ്രസെന്റ് ചെയ്യുന്നത് എപ്സിലോൺ എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ EMF എന്ന് പറയുന്ന സാധനം നമ്മൾ മെഷർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സോഴ്സ്, ഇപ്പൊ ബാറ്ററി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററിയുടെ എൻഡ് ടെർമിനലിൽ വെച്ചാണ് നമ്മളിത് മെഷർ ചെയ്തെടുക്കുക. അപ്പോ ബാറ്ററിന് വേറെ ബൾബുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സർക്യൂട്ട് ബാക്കിയുള്ള കണക്ഷൻ ഒന്നും കൊടുക്കാതെയാണ് നമ്മൾ ഈ മെഷർമെന്റ് എടുക്കുക. അപ്പോൾ ഒരു കാര്യം എപ്പോഴും EMF എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന സോഴ്സിന്റെ EMF എടുക്കാൻ പോകുമ്പോൾ സോഴ്സിന്റെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു EMF എന്ന് പറഞ്ഞു വരുന്നത്. അതിന് ആ സോഴ്സിൽ നിന്ന് വേറെ കറണ്ട് ഫ്ലോ ഒന്നും പാടില്ല. അതായത് ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോഴാണ് സോഴ്സിന്റെ കേസിൽ നമ്മൾ EMF എടുക്കുക. ഇനി EMF എങ്ങനെ ജനറേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൈനാമോ, പിന്നെ ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോട്ടോ ഡയോഡ്സ്, അത് ഇലക്ട്രോണിക്സിലുള്ളതാണ് ഫോട്ടോ ഡയോഡ്സ്. സോളാർ സെല്ല് നമുക്ക് പാനൽസ് നമ്മൾ കണ്ടു കാണും. സോളാർ പാനൽ, അതിൽ ഓരോന്നിനും ഉള്ളിലുള്ള നമ്മൾ സെല്ലുകൾ എന്നാണ് പറയുക. അപ്പോൾ EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനർജി സപ്ലൈ ഫ്രം സോഴ്സ് ടു ഈച്ച് കൊളംബ് ഓഫ് ചാർജ്. ഓരോ കൊളംബ് ചാർജിനുമുള്ള സോഴ്സിൽ നിന്നുള്ള എനർജി സപ്ലൈ എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് EMF. ഇനി അടുത്തത് വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ. ഈ ഒരു വാക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷെ അതിന്റെ ഡെഫിനിഷനിൽ ഒരു ചെറിയൊരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി യൂസ് ബൈ, അതായത് എനർജി യൂസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനുള്ള യൂസ്? അപ്പൊ EMF എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു നിങ്ങളോട്. എനർജി സപ്ലൈ ഫ്രം സോഴ്സ് ടു വൺ കൊളംബ് അല്ലെങ്കിൽ ഈച്ച് കൊളംബ് ഓഫ് ചാർജസ് എന്നുള്ളതാണ് കൊടുത്തത്. അപ്പൊ സോഴ്സിൽ നിന്നുള്ള എനർജി സപ്ലൈ കിട്ടിയിട്ടാണ് ഈ കൊളംബ് ചാർജ് നിൽക്കുന്നത്. അപ്പോ ഇവിടെ വോൾട്ടേജ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി യൂസ് ബൈ യൂണിറ്റ് ചാർജ് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ള യൂണിറ്റ് ചാർജിന്റെ, അതായത് വൺ യൂണിറ്റ് ചാർജിന്റെ എനർജി യൂസേജിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുക. അപ്പോ എനർജി യൂസ് ആണ്. ഒരു 1 കൊളംബ് ചാർജസ് അല്ലെങ്കിൽ 1 യൂണിറ്റ് ചാർജസ് എന്തോറും എനർജി അവിടെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തോറും എനർജി ഉപയോഗിച്ചു എന്നുള്ളതിന്റെ അളവാണ്. അപ്പൊ അല്ലെങ്കിൽ അതാണ് നമ്മൾ എനർജി യൂസ് ചെയ്തു എന്നുള്ള സംഗതിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുക. ഈ പൊട്ടൻഷ്യൽ എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ വോൾട്ടേജ് എടുക്കുമ്പോൾ ഇത് എപ്പോഴും മെഷർ ചെയ്യുന്നത് എപ്പോഴും ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ്. ആ ക്ലോസ്ഡ് സർക്യൂട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ആനിമേഷൻ രൂപത്തിൽ കാണിക്കുന്നത്. സ്വിച്ച് കണക്ട് ആവുമ്പോൾ നമ്മൾ ബൾബ് കത്തുന്നു. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഇനി ഇത് മെഷർ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർക്യൂട്ടിന്റെ ഏതൊരു ഭാഗത്ത് പോയിന്റിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാം. ഇത് ഡിനോട്ട് ചെയ്യുന്നത് V എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ
യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വോൾട്ട് ആയിരിക്കും. പിന്നെ വോൾട്ടേജ് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ കൊണ്ടാണ് വോൾട്ടേജ് ഉണ്ടാവുക നോർമലി. ഓക്കെ, അപ്പോൾ ഇത് ഒരു ടൈമാണ് അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ അടുത്ത ടൈം നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് നമ്മളുടെ വോൾട്ടേജിന്റെ ഡെഫിനിഷനിലാണ് കൊടുത്തിട്ടുള്ളത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള ടൈം. പക്ഷെ അതിനൊരു ചെറിയൊരു ഡിഫറൻസ് കൂടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ട് പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള സംഗതിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പ്രഷർ ബിറ്റ്വീൻ ടു പാർട്സ് ഓഫ് ദി സർക്യൂട്ട്. ഒരു സർക്യൂട്ടിന്റെ ക്ലോസ് സർക്യൂട്ടിന്റെ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്കുള്ള പ്രഷർ ഡിഫറൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് PD എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. PD മെഷർ ചെയ്യുന്നതും വോൾട്ടിലാണ്. അപ്പൊ EMF മെഷർ ചെയ്യുന്നതും വോൾട്ടിലാണ്, അതുപോലെ തന്നെ വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നതും വോൾട്ടിലാണ്, PD മെഷർ ചെയ്യുന്നതും വോൾട്ടിലാണ്. EMF എന്ന് പറയുന്നത് ഒരു ബാറ്ററിയിലെ ഇന്റേണലി ഉള്ളിലുള്ള കാര്യമാണ് പറയുന്നത്. വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ആ ബാറ്ററിനെ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് അതിനുശേഷമുള്ള എനർജി യൂസ് ആണ് പറഞ്ഞത്. PD എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ആ ക്ലോസ്ഡ് സർക്യൂട്ടിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റിലുള്ള ഇലക്ട്രിക്കൽ പ്രഷറിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് പറഞ്ഞു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുകൊണ്ട് സൂചിപ്പിച്ചത്. ഇനി അവസാനത്തെ നമ്മുടെ ടൈം ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടന്റ് ടൈം റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയല് കറണ്ട് ഫ്ലോന് ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മെറ്റീരിയലിന്റെ അങ്ങനെയുള്ള പ്രോപ്പർട്ടി, അതാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, അതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഓം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പിക്ചറാണ് നമ്മുടെ മുമ്പിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. കറണ്ടിനെ കടത്തിവിടുന്ന ഭാഗം വളരെ ചെറുതായി പോവുകയാണ്. അപ്പൊ ആംപിയർ എന്ന് പറയുന്നതാണ് ഈ കറണ്ട്, ഓം എന്ന് പറയുന്നതാണ് അതിനെ ടൈറ്റ് ആയിട്ട് പിടിക്കുന്നത്. വോൾട്ട് എന്ന് പറയുന്നത് കറണ്ടിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ഓപ്പോസസ് ദി ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ട് ഫ്ലോനെ ഓപ്പോസ് ചെയ്യാനായിട്ടുള്ള പദാർത്ഥങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.